പുഷ്പ 2 ഈസ് ഓൾ യുവേഴ്സ്. പിന്നെ ഇത് വതെന്നൊന്നും ഞാൻ പറയില്ല, കാരണം കൊറോണ അതേപോലെ തന്നെ സുനാമി സാധനങ്ങളൊക്കെ നമ്മൾ കടന്നുപോയതാണ്. പിന്നെയാണ് ഒരു പുഷ്പ 2, ഈ പുഷ്പ 3 വരെ ഉണ്ട്. അതിന്റെ അവസ്ഥ എന്താണാവും? ഒരു പുഷ്പ 10 വരെയെങ്കിലും മിനിമം നിങ്ങൾ എടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ആൾക്കാരെ ഇഞ്ചിഞ്ചായി ടോർച്ചർ ചെയ്ത് കൊന്ന് പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. പുഷ്പരാജ് അണ്ണന് ആദരാഞ്ജലികൾ. സോ അമിതമായ ഹാൻഡ്സ് ഉപയോഗം കാരണം അണ്ണൻ തട്ടിപ്പോയി, അതുകൊണ്ട് പുഷ്പ 3 ഒന്നും ഇല്ല എന്നാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത്. എന്റെ പൊന്നണ്ണ രാവിലെ എണീറ്റപ്പോ തൊട്ട് ഹാൻഡ്സ് വെക്കലാണ്. സോ നിങ്ങൾക്ക് മിതമായ നിരക്കിൽ ഹാൻഡ്സ് വേണോ കൂള് വേണം വെച്ചാൽ അണ്ണനെ കോൺടാക്ട് ചെയ്താൽ മതി. ചോറുണ്ണുമ്പോ വരെ അണ്ണ ഹാൻഡ്സ് വെച്ചിട്ട് ചോറുണ്ണുള്ളൂ. ആ വായത്തെ സാധനം ഒന്ന് തുപ്പിക്കളഞ്ഞിട്ട് വെച്ചാൽ പറയുന്ന അക്ഷരം 4 മനസ്സിലായേനെ. സോ ബാക്കിയുള്ള എല്ലാ സിനിമയിലും വന്നിട്ട് നായകന്റെ കൈയും കാലും കെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നായകനൊന്നും ചെയ്യാൻ പറ്റും. ഇവിടെയാണെന്ന് വെച്ചാൽ പുഷ്പട പല്ലും നാക്കും വരെ കെട്ടിയിടണം. മിച്ചൽ ജോൺസന് പെർത്തിൽ കിട്ടുന്ന ബൗൺസിനേക്കാളും കൂടുതലാണ് അണ്ണൻ തലയും കൊണ്ട് ഇരിക്കുമ്പോൾ ഓരോരുത്തന്മാര് കുത്തി തെറിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഒരു കിട്ടിലൻ ക്യാരക്ടറായിട്ട് പ്രസന്റ് ചെയ്ത ആളെ ശരിക്കും ഒരു ചപ്രിയെ പോലെയാണ് ഇതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു 300 വട്ടമെങ്കിലും പുഷ്പ പുഷ്പ എന്ന് വിളിക്കുന്നത്. അതിൽ 250 വട്ടം അല്ലു അർജുൻ എന്നെ സ്വയം പുഷ്പ സാർ എന്ന് വിളിക്കുന്നുണ്ട്. സോ നമ്മുടെ പുഷ്പ സാറിനെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വന്ന കോമാളിയാണ് ശ്രീബല്ലി. ശരിക്കും ഒരു സെക്ഷുവൽ സ്ലേവ് അല്ലെങ്കിൽ ലൈംഗിക അടിമ എന്ന് പറയാം. അനിമലിൽ എങ്ങനെയായിരുന്നു അതേ സാധനം തന്നെയാണ്. തൊട്ടാ ചേച്ചിക്ക് ഫീലിങ്സ് കയറും, പിന്നെ ഫീലിങ്സ് തീർക്കൽ ബാത്റൂമിൽ വെച്ച് അടുക്കളയിൽ വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഫീലിങ്സ് കയറല്. ഇത്രയും ഒരു കോമാളി ക്യാരക്ടർ ഈ അടുത്ത കാലത്തൊന്നുമില്ല. വന്ന സമയം തൊട്ട് ക്ലാസ് ക്രിഞ്ചായിരുന്നു. വാള് വെക്കാൻ തോന്നി പല സമയത്തുള്ള അഭിനയം കണ്ടിട്ട്. ശരിക്കും ഒരു കോമാളിയെ ജീവിച്ചതിന് മിനിമം ഒരു 15 നാഷണൽ അവാർഡെങ്കിലും ചാച്ചിക്ക് കൊടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ അല്ലു അർജുൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? മറ്റേ മല്ലിക ആന്റിയുടെ അമ്പുകളോ പറഞ്ഞിട്ട് 2 മലയാളം ലൈനും ഈ കാലിന്റെ അടിയിൽ കൂടെ പിടിക്കലും ഇടുപ്പ് പിടിക്കലും തൊടയെ പിടിക്കലുമായിട്ട് 4 ഡാൻസ് സ്റ്റെപ്പ് കൊണ്ടുവന്നതിന് മലയാളികൾ ഫിലിം അക്സെപ്റ്റ് ചെയ്യുന്ന, ഇവിടെ ദേവരയിൽ വന്നിട്ട് കുളിസീൻ കാണിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കങ്കുവയിൽ ദിശ പത്താനിക്കടലയുടെ ബിക്കിനി ഉണ്ടായിരുന്നു, അത് കണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്തോ? അപ്പോഴാണ് മല്ലിക ആന്റിയുടെ അമ്പ്. സോ ഫസ്റ്റ് പാർട്ടിൽ ഒരു കിഡിലം വില്ലനെ പോലെ പ്രസന്റ് ചെയ്ത ആളായിരുന്നു നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ. ഇതിലാണ് വെച്ചാൽ അടുത്തൊരു കോമാളി. പല സമയത്ത് എനിക്ക് എന്താ രംഗണ്ണന്റെ ബാധ കയറിയോന്നാ തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലു അർജുൻ പോയിട്ട് ഇങ്ങേരെ മേത്ത് മൂത്രം ഒഴിക്കണു, ഇങ്ങേര് സ്വയം തീ കൊളുത്തുന്നു. ശരിക്കും ഒരു കോമാളി ക്യാരക്ടറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ഫഹദ് ഫാസിലിന് പ്രതീക്ഷിക്കുന്നത് സ്ട്രോങ് ക്യാരക്ടറാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാവർക്കും പൈസ മാത്രമാണ് വലുതെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ശ്രീവല്ലി ചേച്ചി വന്നപ്പോഴായിരുന്നു പിന്നെ ഒരു മനസ്സുഖം, അല്ലെങ്കിൽ ആ ജീവിത പുഷ്പം നക്കിയിട്ട് അങ്ങോട്ട് പോയേനെ. ജിസ്ജോയൊക്കെ അവിടെ ഇരുന്ന് പറയണ്ടായിരുന്നു എന്താണ് ഇതിലത്തെ ഇന്റർവെൽ സീന് കണ്ടപ്പോ രോമം പൊന്തി 4 റൗണ്ട് എണീറ്റ് ഓടി എന്നൊക്കെ. എന്ത് മൂത്രമൊഴിക്കുന്ന സീന് കണ്ടപ്പോഴാണ്, അല്ലു അർജുൻ മൂത്രമൊഴിക്കുന്ന കണ്ടപ്പോഴാണ് രോമം പൊന്തിയത്? അല്ല അറിയാണ്ട് ചോദിക്കുകയാണ്. ഇവിടെ ഈ പലരും സ്ട്രെസ്സും സ്ട്രെയിനും ആങ്സൈറ്റിയും പണ്ടാരും സൂയിസൈഡൽ തോട്ട്സ് വരെ കളയാൻ വേണ്ടിയിട്ടാണ് സിനിമയ്ക്ക് പോയിരുന്നത്. കാരണം ആ സമയത്ത് ഇങ്ങനെ ഒരു കാട്ടവരാതെ എടുത്തു വെക്കാൻ എങ്ങനെ തോന്നിയടേ? പിന്നെ അവിടെ വന്ന പിള്ളേർ നല്ല വൈബിലുള്ള പിള്ളേരായതുകൊണ്ട് ശരിക്കും ഒരു മലങ്കൾട്ട് പടം കാണുന്ന ഒരു മൈൻഡ് സെറ്റിലോട്ട് മാറി നല്ലോണം ഇരുന്ന് ചിരിച്ചു. വേണമെങ്കിൽ ബെസ്റ്റ് കോമഡി മൂവി ഓഫ് 2024 എന്നുള്ള അവാർഡ് കൊടുക്കാൻ പറ്റിയ ഒരു പടമാണ് പുഷ്പ 2. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് അണ്ണൻ ജപ്പാനീസ് ലാംഗ്വേജ് ഒക്കെ പഠിച്ച് പറയുന്ന അണ്ണനെയാണ് കാണിക്കുന്നത്. ഒരു കണ്ടെയ്നറിൽ അണ്ണൻ പെട്ടിരിക്കുകയാണ്. ആ കണ്ടെയ്നർ തൂക്കുന്ന സമയത്ത് ഓവർലോഡ് പുഷ്പയാണല്ലോ. സോ 10 ടൺ 50 ടൺ എക്സ്ട്രാ വെയിറ്റ് വരുമല്ലോ, അത് പൊട്ടി വീഴുന്നു. പുഷ്പ ഒരു ജാപ്പനീസ് ലാംഗ്വേജ് ബുക്കുമായിട്ട് വന്നിട്ട് ജാപ്പാനീസ് ഒക്കെ പറയുന്നു. എന്നിട്ട് തമിഴിലാണ് എഴുതി കാണിക്കുന്നത്. വല്ലവന് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് പുഷ്പയെ എല്ലാവരും AK-47 തോക്കും സാധനം വെച്ച് വെടിവെക്കുകയാണ്. ഒരെണ്ണം പോലും കൊള്ളില്ല. അവസാനം ഒരു പന്നക്കളവൻ കണ്ണിൽ തിമിരുള്ളവൻ വന്നിട്ട് ഒരു പിസ്റ്റലും വെച്ച് 50 കിലോമീറ്റർ അപ്പുറത്ത് ടിഷ്കുന്നതുകൊണ്ട് അണ്ണന്റെ നെഞ്ഞത്ത് കൊള്ളുകൊണ്ട് അണ്ണൻ കടലിലോട്ട് വീഴും. പുഷ്പ തട്ടിപ്പോയേ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് വരുന്നു സ്വപ്നത്തിൽ നെല്ലിച്ചിട്ട് ജാമ്യേ എന്ത് പറ്റി ജാമ്യേ ചോദിച്ചിട്ട്. സാധാരണ എല്ലാ പടത്തിലും നായികമാരെ ആരെങ്കിലും ഒന്ന് കൊല്ലുമ്പോൾ നമുക്കൊരു സങ്കടം. നായിക ആരെങ്കിലും ഒന്ന് കൊന്നു കിട്ടിയാൽ മതി പറഞ്ഞിട്ട് അത്രയും വെറുപ്പിക്കലുണ്ട്, ഫീലിങ്സും തേങ്ങയും മാങ്ങയായിട്ട്. സോ മംഗൾവാരം സിനിമയിൽ ഒരു കൊച്ചുണ്ടായില്ലേ, തൊട്ട് കഴിഞ്ഞ് വെച്ച് എന്തൊരു അസുഖമുള്ളത്, മറ്റേ സെക്ഷൽ ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അതേ അസുഖമാണ് ഇതിൽ ശ്രീവല്ലി പറഞ്ഞ ക്യാരക്ടറിനും. സീരിയൽ തോറ്റു പോവാൻ കൊച്ചിന്റെ അഭിനയത്തിന്. ക്രിഞ്ച് പറഞ്ഞ ക്ലാസ് ക്രിഞ്ച് സാധനം, ഒരു ഇമോഷണൽ സാധനമൊക്കെ പ്രസന്റ് ചെയ്യുന്നത് ചന്ദനമഴ കാണുന്ന പോലെയാണ് ബേസിക്കലി തോന്നിയത്. ഇരുന്ന് ചിരിക്കായിരുന്നു അവിടെ ഇരുന്ന് എല്ലാവരും. ചന്ദനക്കടത്ത് മാറ്റിയിട്ട് പല സമയത്ത് ചന്ദനമഴ ആയോ ഇതെന്നാ തോന്നുന്നത്. സ്വയം സാർ എന്ന് വിളിക്കുന്ന ഒരു ക്യാരക്ടർ ആദ്യമായിട്ട് കാണുന്നത്. സ്വയം വിളിക്കുന്നു പുഷ്പ സാർ സൂപ്പറാണ്, അണ്ണനെ പൊക്കി പറയാൻ അണ്ണനെ വേറെ ആരുടെ ആവശ്യമില്ല. സോ പിന്നീട് ഇവരുടെയൊക്കെ കുറച്ച് കോമാളിത്തരം കഴിഞ്ഞപ്പോഴാണ് ഫഹദ് ഫാസിൽ ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ വരുന്നത്. ആ ഒരു ക്യാരക്ടർ അടിപൊളി ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ നമ്മൾ നല്ലോണം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ പുഷ്പയ്ക്ക് ഊക്കാൻ വേണ്ടി കൊടുത്തൊരു ടോയ്ക്കാരനെ പോലെയാണ് ഫഹദ് ഫാസിലിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഫഹദ് നന്നായി അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പോയി അവരെ മേത്ത് മൂത്രം ഒഴിക്കുക, സ്വയം തീ കൊളുത്തുക, ഇതൊക്കെയാണ് ഈ പടത്തിൽ കാണിച്ചു വെച്ച്. ഇന്റർവെൽ പഞ്ചാണ്, കോപ്പാണുള്ളതിൽ. സെക്കൻഡ് ഹാഫിൽ ചില സീൻസ് ഒക്കെ കൊള്ളായിരുന്നു. അതായത് ഒരുത്തന്നെ ഈ ശൂലത്തിൽ കയറ്റുന്ന സീനൊക്കെ അടിപൊളിയായിരുന്നു. ഒരു ഫൈറ്റ് സീൻ ഉണ്ട് എന്റെ മോനെ, ലാസ്റ്റ് വന്നിട്ട് അണ്ണന്റെ കൈയും കാലും കെട്ടിയിടും. അണ്ണൻ വന്നിട്ട് നാക്കും കൊണ്ട് പറന്ന് കടിക്കുക, അതേപോലെ തന്നെ തലയും കൊണ്ട് ഇടിച്ച് തെറിപ്പിക്കുക, മൂടും കൊണ്ട് മൂൺ വാക്ക് കാണിക്കുക. ഇങ്ങനെ കുറെ സാധനങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്.
സോ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് കോമഡി പടം സ്ട്രെസ്സും സ്ട്രെയിൻ ഒക്കെ മാറ്റാൻ വേണ്ടി പോയി കാണാൻ വെച്ചാൽ ഡെഫിനറ്റ്ലി പുഷ്പ 2 പറയുന്ന സാധനം ഈസ് ഓൾ യുവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. സോ DRDO വരെ ഒരു ബോംബ് ഉണ്ടാക്കാൻ ഇത്രയും പൈസ ചിലവാക്കിയിട്ടില്ല. ആ സമയത്താണ് 270 കോടി ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയ ഒരു ബോംബ് ഞാൻ അന്നലെ കണ്ടത്. സോ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി കുറെ പേരുണ്ടാവും, അല്ലു അർജുന്റെ ഫാൻസ് ഒക്കെ ഉണ്ടാവും. പെർഫോമൻസ് വൈസ് ഒന്നും ഇതിൽ ഒരുത്തനും ഒന്നും പെർഫോം ചെയ്യാനില്ല. ആ ശ്രീലീല വന്നപ്പോഴായിരുന്നു മറ്റേ മരുഭൂമിയിൽ ഒരു മഴ കിട്ടിയ ഒരു സുഖം ഉണ്ടായിരുന്നു. സോ കണ്ടു നോക്കുക ഇഫ് യു ഹാവ് ടൈം. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലൊന്നും ഈ പടം അധികം ക്ലിക്ക് ആവുന്നത്. ബാക്കിയുള്ള അവിടെ മണ്ടന്മാരുള്ളതുകൊണ്ട് പടം ചിലപ്പോൾ ഹിറ്റ് ആവുമായിരിക്കും. സോ പുഷ്പ 2 ഈസ് ഓൾ യുവേഴ്സ്. പിന്നെ ഇത് വധന്നൊന്നും ഞാൻ പറയില്ല, കാരണം കൊറോണ അതേപോലെ തന്നെ സുനാമി സാധനങ്ങളൊക്കെ നമ്മൾ കടന്നുപോയതാണ്. പിന്നെയാണ് ഒരു പുഷ്പ 2, ഈ പുഷ്പ 3 വരെ ഉണ്ടായി. അതിന്റെ അവസ്ഥ എന്താണാവും? ഒരു പുഷ്പ 10 വരെയെങ്കിലും മിനിമം നിങ്ങൾ എടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ആൾക്കാരെ ഇഞ്ചിഞ്ചായി ടോർച്ചർ ചെയ്ത് കൊന്ന് പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും.